പ്രതിരോധ മന്ത്രി സംയുക്ത സൈനിക മേധാവിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഉടൻ പ്രതിരോധ മന്ത്രാലയത്തിലാണ് നിർണായക കൂടിക്കാഴ്ച. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, വിശദാംശങ്ങൾ. തീർച്ചയായും വൃന്ദ, ഏറ്റവും നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കാനായി പോകുന്നത്. പ്രധാനമായും സംയുക്ത സൈനിക മേധാവിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായുള്ള കൂടിക്കാഴ്ചയാണ് ഏറ്റവും നിർണായകമായ ഒരു കൂടിക്കാഴ്ച. ഇതുവരെയുള്ള ഈ പൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം സ്വീകരിച്ച നടപടികൾ, ഇനി സ്വീകരിക്കേണ്ട നടപടികൾ എന്താണ്, നിലവിലത്തെ ഈ കാശ്മീർ അടക്കമുള്ള അതിർത്തി മേഖലകളിലെ സ്ഥിതി അതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ ഈ യോഗത്തിൽ അവലോകനം ചെയ്യും. ഒരുപക്ഷെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം എന്ത് തിരിച്ചടി പാകിസ്ഥാന് കൊടുക്കണം എന്ന കാര്യത്തിലടക്കം നിർണായകമായ തീരുമാനങ്ങളിലേക്ക് ഒരുപക്ഷെ പോയേക്കുമെന്നുള്ളതാണ് സ്ഥിതി. ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാകിസ്ഥാൻ ഈ ലൈൻ ഓഫ് കൺട്രോളിൽ, നിയന്ത്രണ രേഖയിൽ സ്ഥിരമായി വെടിനിർത്തൽ കരാർ ലംഘനം നടത്തുന്നത് പതിവാണ്. പലപ്പോഴും ഇന്ത്യ അതിന് കനത്ത തിരിച്ചടി നൽകുന്നുണ്ട്. പക്ഷേ ഒരു കുറവുമില്ല. കഴിഞ്ഞ 3 ദിവസങ്ങളിലും രാത്രി ഇത്തരത്തിൽ വെടിനിർത്തൽ തുടർച്ചയായി ലംഘിക്കുന്ന സാഹചര്യമാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ കരാർ നിർത്തലാക്കുക, അത് മരവിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ അതിനുള്ളൊരു നീക്കം ഇന്ത്യ നേരത്തെ തന്നെ ആലോചിച്ചിട്ടുണ്ട്. ഏതായാലും സംയുക്ത സൈനിക മേധാവി കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി കഴിഞ്ഞ ദിവസം കശ്മീരിൽ എത്തിയിരുന്നു. അദ്ദേഹം അവിടെ എത്തി സ്ഥിതിഗതികൾ, ഈ പഹൽഗാമും അതുപോലെ തന്നെ ലൈൻ ഓഫ് കൺട്രോളും അടക്കമുള്ള സ്ഥലങ്ങളിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. അവിടെ കമാൻഡർമാരുമായി ചർച്ച നടത്തിയിരുന്നു. കൃത്യമായി തന്നെ എന്താണ് ഈ മേഖലയിലെ സ്ഥിതി എന്നുള്ള കാര്യം കൃത്യമായി തന്നെ അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ട്. പഹൽഗാമിൽ ഈ ഭീകരാക്രമണം ഉണ്ടായ സ്ഥലമടക്കം ഈ കരസേനാ മേധാവി അന്ന് വിലയിരുത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങി ഒരു റിപ്പോർട്ട് സംയുക്ത സൈനിക മേധാവിക്കും അതുപോലെ തന്നെ രാജ്നാഥ് സിംഗ് കേന്ദ്ര പ്രതിരോധ മന്ത്രിക്കും നൽകിയിരുന്നു. ഏതായാലും ആ റിപ്പോർട്ട് ഈ യോഗത്തിൽ പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് പുറമെ ഈ കരസേനയ്ക്ക് പുറമെ വ്യോമ നാവിക സേനകളും കൃത്യമായി തന്നെ അവരുടെ റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. നിലവിൽ അറബിക്കടലിൽ നാവികസേന വ്യോമാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ, മിസൈൽ പരീക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഒരുങ്ങിയിരിക്കുകയാണ്. ഏതായാലും ഈ റിപ്പോർട്ടുകളെല്ലാം ലഭിച്ച സാഹചര്യത്തിൽ അത് വിശദമായി തന്നെ പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ എന്ത് നടപടി, പ്രധാനമായും ഇപ്പോൾ ഇന്ത്യ ആലോചിക്കുന്ന ഒരു നടപടി എന്നുള്ളത് ഈ വെടിനിർത്തൽ കരാർ നിർത്തലാക്കുക എന്നുള്ളതാണ്. കാരണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി പ്രകോപനം ഉണ്ടാവുകയാണ്. തുടർച്ചയായി ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് രാത്രികളിൽ വെടിയുതിർക്കുന്ന ഒരു സ്ഥിതിയാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉള്ളത്. വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന ഈ നടപടി ശക്തമായ സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാർ നിർത്തലാക്കുന്ന തീരുമാനത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും സംയുക്ത സൈനിക മേധാവിയും കേന്ദ്ര പ്രതിരോധ മന്ത്രിയും പ്രതിരോധ മന്ത്രാലയത്തിലാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. ആ കൂടിക്കാഴ്ചയിൽ ഇത്തരം ഈ കരസേനാ മേധാവിയിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് 2 സേനാ മേധാവികളിൽ നിന്നും ലഭിച്ച റിപ്പോർട്ടുകളടക്കം പരിഗണിക്കും. മാത്രമല്ല ഇന്നും പ്രധാനമന്ത്രി ആവർത്തിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ശക്തമായ തിരിച്ചടി, പഹൽഗാമിൽ എടുത്ത ജീവനുകൾക്ക്, അതിന് കാരണക്കാരായവർക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് നേരത്തെ ഇന്ന് വീണ്ടും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഏത് തരത്തിൽ സൈനിക നടപടികൾ പാകിസ്ഥാന് ഈ ഭീകരവാദികൾക്ക് എതിരെ ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ട കാര്യം. അത്തരം കാര്യങ്ങളിൽ കൂടി ഒരുപക്ഷെ ഒരു ചർച്ച ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും സൈനിക നടപടി എപ്പോഴുണ്ടാകുമെന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിൽ നടക്കുന്നത്. തീർച്ചയായും വ്യക്തമാണ് ആന്റണി. പഹൽഗാം ആക്രമണത്തിൽ ഇന്ത്യക്ക് മുറിവേറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആക്രമണത്തിൽ ഇരകൾക്ക് നീതി ഉറപ്പാക്കുമെന്നും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭീകരതയ്ക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടാണെന്നും ലോക നേതാക്കൾ ഇന്ത്യക്കൊപ്പമാണെന്നും പ്രധാനമന്ത്രി